ഹായ് ഗൈസ്, നമുക്ക് ഇനി ജാവാസ്ക്രിപ്റ്റിലൊരു ഫങ്ഷൻസ് എങ്ങനെ കോൾ ചെയ്യാം, എങ്ങനെ റൺ ചെയ്യാം, പിന്നെ HTML ബട്ടൺസുമായി യൂസർ ആക്ഷൻസും ആയിട്ടൊക്കെ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇന്നത്തെ വീഡിയോ നമ്മളത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഈ കോഡിൻ്റെ മുകളിൽ, നമ്മൾ എഴുതിയ കോഡിൻ്റെ മുകളിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെ നമ്മൾ വേരിയബിൾസും കോൺസ്റ്റൻസും ഫങ്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. പക്ഷേ ഇതാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോർ കൺസെപ്റ്റ്. എങ്ങനെ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, എങ്ങനെ കോഡ് തമ്മിൽ കണക്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യണം. സോ ഇന്നത്തെ നമ്മുടെ ഗോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്ക്രീൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ നമ്മൾ പ്ലസ് ബട്ടൺ ഉണ്ട് ഇവിടെ. ഓക്കെ, കറൻ്റ് ഇപ്പോൾ ഞാനിവിടെ 5 ഒക്കെ എഴുതിയിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല ആക്ച്വലി. സോ ഇവിടെ നമ്മൾ പ്ലാൻ വെച്ചാൽ യൂസർ ഒരു വാല്യൂ ഇവിടെ നമ്മൾ 5 കൊടുത്തു. അത് കൊടുത്ത ശേഷം ഞാൻ പ്ലസ് ബട്ടൺ ഞെക്കുമ്പോൾ ഈ യൂസർ ടൈപ്പ് ചെയ്ത വാല്യൂ എടുത്ത് അതും ആഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ട് കാണിക്കണം. ഒരു ബേസിക് കാൽക്കുലേറ്റർ ബിഹേവിയർ പോലെ. ഞാനിവിടെ 5 കൊടുത്ത് 0 കൊടുത്താൽ 0 + 5. ഇനീഷ്യലി ഡീഫോൾട്ട് വാല്യൂ 0 ആണ്. 0 + 5 5. പിന്നെ ഒരു 10 കൊടുത്തു കഴിഞ്ഞാൽ 5+, മുമ്പത്തെ റിസൾട്ട് 5. 5 + 10 ഞാനിവിടെ കൊടുക്കണമെങ്കിൽ 5 + 10 15 കാണിക്കണം. സോ ബേസിക് കാൽക്കുലേറ്റർ ബിഹേവിയറാണ് നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇത് ചെയ്യാൻ നമുക്കൊരു ഇവൻറ്റ് ലിസണർ വേണം. സോ ഇവൻറ്റ് ലിസണർ എന്നത് ബേസിക്കലി ബ്രൗസറിനോട് പറയുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു ഇത് സംഭവിക്കുമ്പോൾ ഇത് ചെയ്യൂ എന്നുള്ളത് ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ, ലൈക്ക് ഒരു കാര്യം നമ്മൾ ആക്ഷൻസ് കൊടുക്കുമ്പോൾ ഇത് ചെയ്യാൻ പറഞ്ഞിട്ട്. ഇവിടത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ഇവൻ്റ് ആണ്. സോ ഞാനപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറയും. അതാണ് ചെയ്യേണ്ടത് ആക്ച്വലി. നമ്മുടെ ആഡ് ഫംഗ്ഷൻ ഇവിടെ എഴുതിയിരുന്നത്. സോ അതാണ് നമ്മുടെ ആഡ് ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതിന് നമുക്ക് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ vendor.jsൽ നിന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ആഡ് ബട്ടൺ എന്ന വേരിയബിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ, ആഡ് BT എന്നും പറഞ്ഞിട്ട്. ഓക്കെ, സോ ഇതെടുത്തിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ HTML പ്ലസ് ബട്ടൻ്റെ റെഫറൻസ് ആണ് അത്, ഈ ബട്ടൺ. ഓക്കെ, സോ ഞാൻ ഈ ബട്ടൺ എടുത്തു. നിങ്ങൾ പറഞ്ഞത് HTMLൻ്റെ ബട്ടൻ്റെ റെഫറൻസ് ആണ്. എന്താണ് ഇതെന്നൊക്കെ ഞാൻ പിന്നെ ഗോ ത്രൂ ചെയ്തുതരാം, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ഇതിന് വേണ്ടി ഞാൻ കമൻറ്റ് ചെയ്യണം ഇപ്പോൾ. എന്നിട്ട് ഫംഗ്ഷൻ്റെ താഴെ ഇതാണ് ആഡ് ബട്ടൺ എടുത്തു. എന്നിട്ട് ഞാൻ എഴുതി .add event listener എന്ന് പറഞ്ഞ് എഴുതി. എന്നിട്ട് ഇവിടെ ഞാൻ ഒരു ഇവൻറ്റ് കൊടുക്കുകയാണ്, ക്ലിക്ക്, പിന്നെ ഫംഗ്ഷൻ്റെ പേര് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം എന്താ എഴുതിയേക്കണം എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എഴുതി .add event listener എന്ന് പറഞ്ഞെഴുതി. ഇതൊരു ബിൽറ്റ് ഇൻ ബ്രൗസർ ഫംഗ്ഷനാണ്. അത് ബട്ടനോട് ടൈ ചെയ്തിരിക്കുന്നു ആക്ച്വലി ഈ ഫംഗ്ഷൻ. ഓക്കെ, സോ ഇവിടെ ഇവൻറ്റ് ലിസണറാണ് ടൈ ചെയ്തിരിക്കുന്നത്. ഒരു ഇതാണ് എന്താ പറയുക, ഒരു ബിൽറ്റ് ഇൻ ബ്രൗസർ ഫംഗ്ഷനാണ് ആക്ച്വലി. ഇത് നമ്മൾ ബട്ടനോട് ടൈ ചെയ്ത് വെച്ചേക്കാണ് ഈ ഇവൻറ്റ് ലിസണർ. ഓക്കെ, ഇനി ഇവിടെ 2 പാരാമീറ്റർ ഉണ്ട്. ഒന്ന് എന്താ വെച്ചാൽ ആദ്യത്തേത് ഇവൻറ്റ് ടൈപ്പാണ്. ഇവൻറ്റ് ടൈപ്പിൽ നമ്മൾ എന്താ വെച്ചാൽ ക്ലിക്ക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തേത് ഏത് ഫംഗ്ഷൻ റൺ ചെയ്യണം അതിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. സോ അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ചിലവർ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഇല്ലല്ലോ, അപ്പോൾ ബ്രാക്കറ്റൊക്കെ ഇട്ട് വയ്ക്കും. സോ ഇത് തെറ്റാണ്, ഇതിന് ചെയ്യാൻ പാടില്ല. കാരണം പരാന്തസിസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് അതിനെ ഇമ്മീഡിയറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യും. സോ അത് ക്ലിക്ക് ഇവൻറ്റിന് മുമ്പ് തന്നെ അത് റൺ ആവും നമ്മൾ ഈ പരാന്തസിസ് ഇട്ട് കൊടുക്കണമെങ്കിൽ. സോ പരാന്തസിസ് ഇട്ട് കൊടുക്കരുത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. പിന്നെ ഇവിടെ നമുക്ക് ബ്രൗസറിനോട് പറയേണ്ടത്, ബ്രൗസറെ ബട്ടൺ ക്ലിക്ക് ആയിക്കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ റൺ ചെയ്യണം എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അതായത് ഫംഗ്ഷൻ്റെ പേര് റെഫറൻസ് ആയി കൊടുക്കണം. ഇവിടെ നമ്മുടെ കേസിൽ ആഡ് ആണ്. സോ ആഡ് നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രം, ഡയറക്റ്റായിട്ട്. ഓക്കെ, ഇത് ജാവാസ്ക്രിപ്റ്റ് പറഞ്ഞ പോലെയാണ്. ലൈക്ക് ഇത് ഫംഗ്ഷൻ്റെ അഡ്രസ്സാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് പോയി ഫംഗ്ഷൻ റൺ ചെയ്യുമെന്ന് നമ്മൾ പറയും. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാം. ഞാനൊരു റാൻഡമായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഇത്തിരി കൺഫ്യൂസിങ് ആയിരിക്കുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു വയ്ക്കാം. സോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നു കരുതും. സോ അവിടെ ഒരു ഡോർബെൽ ഉണ്ട്. നിങ്ങൾക്കത് എപ്പോഴും അത് റിങ് ചെയ്യാൻ കഴിയും. അതാണ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, അതാണ് ഫംഗ്ഷൻ മാനുവൽ കോൾ ചെയ്യുന്നത് ആക്ച്വലി. ഡോർബെൽ എപ്പോഴും റിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മാനുവലി കോൾ ചെയ്യണം. പക്ഷേ പോസ്റ്റ്മാൻ നിങ്ങളുടെ ഡോർബെൽ അറിയില്ല. അതിനാൽ എന്താ വെച്ചാൽ നിങ്ങൾ അഡ്രസ്സ് കൊടുക്കണം. സോ അതുപോലെ തന്നെയാണ് ഇവിടെ ഫംഗ്ഷൻ്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, ബ്രൗസറിന് അത് പറഞ്ഞാൽ ക്ലിക്ക് സംഭവിക്കുമ്പോൾ ഈ ഫംഗ്ഷൻ റൺ ചെയ്യാൻ പറയും ബ്രൗസർ. അതാണ്. സോ മാനുവലി കോൾ ചെയ്യുമ്പോൾ നമ്മൾ പാരാന്തസിസ് വേണം ഫംഗ്ഷന്. ബ്രൗസറിന് അസൈൻ ചെയ്യുമ്പോൾ പാരാന്തസിസ് വേണ്ട. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. പിന്നെ ഇവിടെ ആഡ് ഫംഗ്ഷൻ റൺ ചെയ്യും. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് ആക്ച്വലി.
അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഈ ആർഗ്യുമെൻറ്റ്സ് എങ്ങനെ കിട്ടും നമ്മുടെ ഈ ഫംഗ്ഷനിൽ. നമ്മൾ പേര് മാത്രമല്ല വിളിക്കുന്നുള്ളൂ, ആർഗ്യുമെൻറ്റ്സ് എങ്ങനെ കിട്ടും അതാണ് ഇനി ഇവിടെ ചെക്ക് ചെയ്യാൻ വേണം. സോ ഇവിടെ നമുക്ക് 2 വാല്യൂസ് വേണം. ഒന്ന് എന്താ വെച്ചാൽ കറണ്ട് റിസൾട്ട് വേണം, പിന്നൊന്ന് യൂസർ എന്ത് വാല്യൂ ടൈപ്പ് ചെയ്യുന്നോ ആ വാല്യൂ വേണം. സോ ഇത് നമുക്ക് ഗ്ലോബൽ വേരിയബിൾസ് വഴി കിട്ടും ആക്ച്വലി. ഓക്കെ, സോ ഞാനിവിടെ റിസൾട്ട് എടുത്തിട്ട് കറണ്ട് റിസൾട്ട് ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്, കറണ്ട് റിസൾട്ട് കൊടുക്കുന്നു. പ്ലസ് നമ്മളെന്ന് വെച്ചാൽ ഇവിടെ വെണ്ടർ ഡോട്ട് JS പോയിട്ട് യൂസർ ഇൻപുട്ട് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് വിട്ടിരിക്കട്ടെ. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം. കറണ്ട് റിസൾട്ട് ഈക്വൽ ടു ഈ കോൺസ്റ്റ് റിട്ടേൺ മാറ്റിയിട്ട് ഞാനിവിടെ കറണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഈ കറണ്ട് റിസൾട്ട് ഞാനിവിടെ ഔട്ട്പുട്ട് റിസൾട്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എന്താ വെച്ചാൽ യൂസർ ഇൻപുട്ട് എന്നത് വെണ്ടർ ഡോട്ട് JS ഡിഫൈൻ ചെയ്ത ഗ്ലോബൽ കോൺസ്റ്റൻ്റ് ആണ്. ഇത് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ HTML നമ്മൾ ടൈപ്പ് ചെയ്യുന്ന HTML ഫീൽഡില്ലേ അതിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. പിന്നെ ഡോട്ട് വാല്യൂ ഇവിടെ നമ്മൾ ആഡ് ചെയ്തു. സോ യൂസർ ഇൻപുട്ട് എടുത്തു, പിന്നെ ഡോട്ട് വാല്യൂ, അത് ഡോട്ട് വാല്യൂ ആഡ് ചേർത്ത് കഴിഞ്ഞാൽ യൂസർ ടൈപ്പ് ചെയ്ത ആ ഫീൽഡിൻ്റെ നമ്പർ എന്താണോ ടൈപ്പ് വെച്ചാൽ ആ നമ്പർ നമുക്ക് കിട്ടും ആക്ച്വലി. അപ്പോൾ അതിനാണ് നമ്മൾ ഡോട്ട് വാല്യൂ കൊടുക്കുന്നത്. ഇപ്പോൾ ഫംഗ്ഷൻ ബ്രൗസറിൽ നിന്നും കോൾ ചെയ്യപ്പെടും. ഓക്കെ, ഓരോ ക്ലിക്കിനും. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ യൂസർ ടൈപ്പ്ഡ് വാല്യൂ എടുത്ത് കറണ്ട് റിസൾട്ടിൽ ആഡ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഞാനത് റൺ ചെയ്ത് നോക്കാം. നമുക്ക് 5+ ഇവിടെ ഒന്നും നടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുന്നില്ല. ഇത് സ്ക്രിപ്റ്റ് ലോഡാകുമ്പോൾ മാത്രമേ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുള്ളൂ, അതിനുശേഷം എക്സിക്യൂട്ട് ആവുന്നില്ല. അതിനുശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഈ ആഡ് ഫംഗ്ഷൻ ഇത് മാത്രമേ എക്സിക്യൂട്ട് ആവുന്നുള്ളൂ, ഇത് എക്സിക്യൂട്ട് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിടും. എന്നിട്ട് സേവ് ചെയ്യാം, എന്നിട്ട് റീലോഡ് ചെയ്യാം. എന്നിട്ട് 5+ എടുക്കുന്നില്ല. ഡിസ്ക്രിപ്ഷൻ നമുക്ക് നല്ല കൊടുക്കാം. കറണ്ട് റിസൾട്ട് ഈക്വൽ ടു സ്പാൻ num1 num2 നമുക്ക് എടുത്ത് മാറ്റാം, ആവശ്യമില്ല. സേവ് ചെയ്യാം. കറണ്ട് റിസൾട്ട് ഈക്വൽ ടു യൂസർ ഇൻപുട്ട് ഡോട്ട് വാല്യൂ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് കറണ്ട് റിസൾട്ട് സേവ് ചെയ്തു. ഓക്കെ, 5. ഇനി നമുക്ക് 10 ആഡ് ചെയ്തു. അപ്പോൾ 5, 10 ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ വിചാരിച്ച പോലെയല്ല നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് സ്ട്രിങ് കൺകറ്റനേഷൻ പ്രോബ്ലമാണ് ആക്ച്വലി നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ മനസ്സിലാവുന്നത്. ഇത് ആഡ് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഇവിടെ വരുന്നുണ്ട്, പക്ഷെ അത് ആഡ് ആവുന്നില്ല. ഇങ്ങനെ അടുപ്പിച്ച് എഴുതാമെന്ന് മാത്രം. ഞാൻ ഇവിടെ 20 എഴുതിയിട്ട് ഒന്ന് പ്ലസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 20 കേട്ടോ. സോ അത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് അതേപോലെ തന്നെയാണ് ഇവിടെ സ്ട്രിങ് ആയിട്ട് കാണിക്കുന്നത്, ഇത് ആഡ് ആകുന്നില്ല. സോ ഇത് നമുക്ക് മനസ്സിലാവും സ്ട്രിങ് കോൺകാറ്റനേഷൻ ഇഷ്യൂ എന്ന് മനസ്സിലാവും. സോ യൂസർ ടൈപ്പ്ഡ് വാല്യൂ നമുക്ക് ഡോട്ട് വാല്യൂ വഴി കിട്ടുമ്പോൾ അതിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആണ് ആക്ച്വലി. ഓക്കെ, സോ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഇനി അടുത്ത സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാമെന്നും അടുത്ത സെഷനിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.